രാജസ്ഥാനിൽ മാറി മാറിയാണ് ഭരണം വരുന്ന BJP 5 കൊല്ലമെങ്കിൽ കോൺഗ്രസ്, ആ ഒരു രാഷ്ട്രീയ ഗ്രാഫാണ് അവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ കോൺഗ്രസിന് വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ല. വെറും 2% വോട്ട് വ്യത്യാസം മാത്രമേ BJPയുമായി ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ സച്ചിൻ പൈലറ്റ്, അശോക് ഗെഹ്ലോട്ട് തമ്മിലുള്ള പടലപ്പിണക്കം, അവർ തമ്മിലുള്ള മത്സരബുദ്ധി, അവർ തമ്മിലുള്ള വാഗ്വാദം, ഇതെല്ലാം കോൺഗ്രസിനുള്ളിൽ ഒരു ആഭ്യന്തര വിഷയം തന്നെയായിരുന്നു ഇത്രയും കാലം. എന്നാൽ സച്ചിൻ പൈലറ്റിന് കുറച്ചുകൂടി ഉത്തരവാദിത്വം ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. സച്ചിൻ പൈലറ്റ് 2028 രാജസ്ഥാനിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഗെഹ്ലോട്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തതായാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഗെഹ്ലോട്ടിന് ഇനി അധികാര രാഷ്ട്രീയ മോഹമില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖാർഗെ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ഗെഹ്ലോട്ട് തന്റെ പേര് നൽകാൻ താല്പര്യപ്പെട്ടതാണ്. എന്നാൽ രാജസ്ഥാൻ മുഖ്യമന്ത്രി സ്ഥാനം കളയാൻ താനില്ല. അങ്ങനെ വന്നപ്പോഴാണ് AICC കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നത്. ഒരേ സമയം 2 സ്ഥാനങ്ങൾ ഒരിക്കലും കോൺഗ്രസ് നേതൃത്വത്തിൽ അഭിലഷണീയമല്ല. ആ ഒരു കീഴ്വഴക്കം കോൺഗ്രസ് നേതൃത്വത്തിനില്ല എന്നുള്ളത് പ്രഖ്യാപിച്ചാണ് ഗെഹ്ലോട്ടിന് അത്തരത്തിൽ മത്സരിക്കാനുള്ള മോഹം മാറ്റിയത്. അല്ലെങ്കിൽ ഗെഹ്ലോട്ട് ആ ഒരു രീതിയിലേക്ക് ചുവടുവെച്ചനെ. പക്ഷെ ഇപ്പോൾ ഗെഹ്ലോട്ടിന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു പടലപ്പിണക്കം, ഇത്തരത്തിലൊരു രാഷ്ട്രീയ വൈര്യബുദ്ധി കാണിക്കുന്ന ഒട്ടും ശരിയല്ല. അത് കോൺഗ്രസിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും എന്ന് മാത്രമല്ല, എല്ലാ രീതിയിലും തകരാൻ സാധ്യതയുണ്ട്. 25-ൽ 20-ൽ കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുമെന്ന പ്രത്യാശ അശോക് ഗെഹ്ലോട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. അത്രയും ഐക്യത്തോടെയായിരുന്നു സച്ചിൻ പൈലറ്റും താനും ലോക്സഭാ പോരാട്ടത്തിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തിയതും എല്ലാവർക്കും വേണ്ടിയും വർക്ക് ചെയ്തതെന്നും കൃത്യമായി തന്നെ അശോക് ഗെഹ്ലോട്ട് പറയുന്നുണ്ട്. വോട്ടെണ്ണൽ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും, പരമ്പരാഗതമായി ആധിപത്യം നിലനിർത്തിയിരുന്ന BJPക്ക് ഇക്കുറി വലിയ നഷ്ടമായിരിക്കും രാജസ്ഥാൻ മണ്ണിൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. വോട്ട് ശതമാനത്തിൽ കുറഞ്ഞത് 50%-ലേറെ വോട്ട് ഇത്തവണ നേടിയെടുക്കും. ഭജൻലാൽ സർക്കാരിന് ജനങ്ങൾ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഭരണത്തിലേറിയ നിമിഷം മുതൽ തന്നെ ചെയ്യുന്നത് തെറ്റായ രീതിയിലുള്ള സമീപനമാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. മാത്രമല്ല, വസുന്ധര രാജെ ഫാക്ടർ ഒരു വിഷയം തന്നെയാണ്. അവരുടെ മകൻ ഇത്തവണ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയുള്ള തീവ്രമായ ചരടുവലികൾ അവർ നടത്തിയതാണ്. പക്ഷേ കേന്ദ്രം അതിന് വിസമ്മതിച്ചു. വസുന്ധരയെ ഇത്തവണ മുഖ്യമന്ത്രിയാക്കാത്തതിൽ നിരവധിയായ പ്രതിഷേധം ഉയർന്നിരുന്നെങ്കിലും അത് പിന്നീട് കെട്ടടക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നാണ് അവരുടെ വിചാരം. എന്നാൽ അങ്ങനെയല്ല. വസുന്ധരയുടെ ഫാക്ടർ അവിടെ തന്നെ നിലനിൽക്കുകയാണ്. അത് BJPക്കുള്ളിൽ ഒരു വെല്ലുവിളിയായി തന്നെ ഇപ്പോൾ വന്നിരിക്കുകയാണ്.